ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജിയോ ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. അനേകർക്ക് അത് ആശ്വാസവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കർത്താവ് യേശുക്രിസ്തു ആദ്യമേ വന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്കാണ്. എന്നാൽ ഇസ്രായേൽ ജനം അവനെ സ്വീകരിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം അവനെ തള്ളിക്കളഞ്ഞു, സ്വന്തക്കാരവനെ തള്ളിക്കളഞ്ഞു. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക്, കർത്താവിൻ്റെ സഹോദരന്മാർക്കെല്ലാം ഈ അനുഭവം ഉണ്ടാകുമെന്ന് കർത്താവ് നമുക്കൊരു മാതൃകയിലൂടെ കാണിച്ചു തരികയായിരുന്നു. ഇന്ന് വളരെ തോന്നിയവാസം കാണിച്ച് വളരെ മോശമായ രീതിയിൽ ജീവിച്ച ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവൻ ബൈബിൾ എടുത്ത് ഒരു സഭയിലേക്ക് പോകാൻ തുടങ്ങിയാൽ അതുവരെ അവൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് കണ്ടിട്ട് ഒരു സങ്കടമില്ലായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവൻ നന്നാകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചില മതപരമായ ചില ദേഷ്യവും കോപവും ഇരച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അവനെ ഒറ്റപ്പെടുത്തി കളയും, അവരവനെ തള്ളിക്കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് വ്യക്തികൾക്ക് മാത്രമല്ല, ഇന്ന് സഭകളെ ഭരിക്കുന്ന ദൈവദാസന്മാർക്കും ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. കാരണം ഒത്തുതീർപ്പുകാരാകാതെ സത്യത്തിന് വേണ്ടിയിട്ട് ഒരു സഭാ പരിപാലനം നടത്തുന്ന ദൈവദാസന്മാർ പലപ്പോഴും ഒറ്റപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അനേക ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ ഞാൻ ചില ബുക്കുകളിലൂടെ എല്ലാം വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവർ നിരാകരിക്കപ്പെടും, അവർ തള്ളപ്പെട്ടു പോകും. അവർ സത്യത്തിന് വേണ്ടി നിന്നു എന്നുള്ളത് ആ തലമുറയോ അല്ലെങ്കിൽ ആ സമൂഹത്തിലുള്ള ആരുമേ അംഗീകരിക്കാതെ അവരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിലെ മോശ എന്ന് പറയുന്ന പ്രവാചകൻ, അവനും ഇതുപോലെ തള്ളപ്പെട്ടു പോയത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്രായേൽ ജനം യാക്കോബിൻ്റെ 12 മക്കൾ 70 പേരായിട്ട് അവർ മിസ്രൈമിലേക്ക് ചെന്നു. അന്നത്തെ ഫറവോ യോസഫ് മുഖാന്തരം മിസ്രൈമിനെ രക്ഷിച്ച നിമിത്തം ഇവർക്കവിടെ അവകാശം കൊടുക്കുകയും ഇവരവിടെ താമസിക്കുകയും അങ്ങനെ ഇവർ വർദ്ധിച്ചു പെരുകുകയും ചെയ്തു. പിന്നെ യോസഫിൻ്റെ കൂടെ വന്ന ആ തലമുറകളെല്ലാം മരിച്ചു. അതിനുശേഷം തലമുറകൾ ഇവർ പെരുകി വന്നു. പിന്നീട് യോസഫിനെ അറിയാത്ത ഒരു ഫറവോ രാജാവ് അവിടെ ഉണ്ടാവുകയും അവർ നോക്കി മിസ്രൈമിലെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചിട്ട് ഇസ്രായേലിൽ നോക്കിയിട്ട് ഇവർ വർദ്ധിച്ചു പെരുകുന്നു, ഇവർക്ക് ഭാരമുള്ള ജോലിയെ കൊടുക്കണം, അല്ലെങ്കിൽ പെരുകിയിട്ട് നാളെ ഒരു പക്ഷേ ഭരണം പിടിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട്, നമ്മൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് വലിയ ജോലി കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. വലിയ സംഭാര നഗരങ്ങളെ ഫറവോന് വേണ്ടി പണിയുവാൻ തക്കവണ്ണം അവർക്ക് വളരെ കഷ്ടമുള്ള ജോലികൾ അവർ കൊടുത്തു. ഊഴിയക്കാരെ അവരുടെ മേൽ നിയന്ത്രണത്തിനാക്കി വെച്ചു. അവരെ അടിമ വേലയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഇവരുടെ സന്താനങ്ങളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഇവർ സൂതികർമ്മിണികളെ ഏർപ്പാട് ചെയ്തു. സൂതികർമ്മിണികൾ എന്ന് പറഞ്ഞാൽ വയറ്റാട്ടികളോട് പറഞ്ഞ ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അവരെല്ലാം നീ കൊന്നുകളയണം എന്ന് പറഞ്ഞ് സൂതികർമ്മിണികളെ അവർ ഏൽപ്പിച്ച് ചെന്ന് അവർ സൂതികർമ്മിണികൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പക്ഷേ കുഞ്ഞുങ്ങളെ ഒന്നും കൊന്നില്ല. അപ്പോൾ ഇതറിഞ്ഞ ഫറവോ ചോദിച്ചു, എന്താണ് നിന്നോട് പറഞ്ഞ കൽപ്പനകൾ നീ അനുസരിക്കാത്തത്? അപ്പോൾ പറഞ്ഞു, ഇസ്രായേൽ സ്ത്രീകൾ നല്ല തിറമുള്ളവർ, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവർ പ്രസവിച്ച് കഴിയും എന്ന് പറഞ്ഞു. ഇവർ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരുന്നു. ഫറവോന് മനസ്സിലായി, ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല. 2 വയസ്സിന് ജനിക്കുന്ന ആൺകുഞ്ഞിനെ എല്ലാം കൊന്നുകളയണമെന്നൊരു കൽപ്പന പിന്നീട് ഫറവോ പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ഒരു ലേവ്യ കുടുംബത്തിലെ കന്യക അവൾ വിവാഹിതയായി, അവൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അവളും അവളുടെ ഭർത്താവും കൂടി ചേർന്നിട്ട് ആ കുഞ്ഞിനെ സുന്ദരൻ എന്ന് കണ്ടപ്പോൾ, ശിശു ദിവ്യസുന്ദരൻ എന്ന് കണ്ടപ്പോൾ അവരെ 3 മാസത്തോളം ഒളിപ്പിച്ചു വെച്ചു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പുറത്ത് കേൾക്കാതെ, അവരെ ഒഴിയ വിലക്കാരൊന്നും അത് ശ്രദ്ധിക്കാതെ വണ്ണം അവൻ്റെ പെങ്ങളും കൂടി അതിന് തയ്യാറെടുത്ത് അങ്ങനെ അവരെ ഒളിപ്പിച്ച് 3 മാസത്തോളം താമസിപ്പിച്ചു. എന്നാൽ ഇനി അതിനെ 3 മാസത്തിന് ശേഷം അതിനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണെന്നും അതിനെ കൊന്നുകളയേണ്ട ഉത്തരവാദിത്വമുണ്ട്, കൊന്നുകളയും, നൈൽ നദിയിൽ ഇട്ട് കളയും എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ട് ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരുതരം ചെടിയുടെ കമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പെട്ടി, ഒരു പെട്ടകം പോലെ ഉണ്ടാക്കി അതിനെ ആ പെട്ടിയിൽ കിടത്തി ആ കുഞ്ഞിനെ ഫറവോൻ്റെ പുത്രി കുളിക്കാൻ വരുന്ന കുളിക്കടവിൻ്റെ ആ നൈൽ നദിയുടെ തീരത്ത് ആ ഭാഗത്ത് അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ അവളും തോഴിമാരും, ഫറവോൻ്റെ പുത്രിയും തോഴിമാരും കുളിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഞാങ്ങണത്തൊട്ടി കണ്ടു. അതിനെ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞ് തോഴിമാർ അതിനെ എടുത്തുകൊണ്ട് വന്നു. തുറന്നു നോക്കിയപ്പോൾ അതിസുന്ദരനായ ഒരു കുഞ്ഞ്, ഒരു എബ്രായ ബാലൻ. അവൾ കുഞ്ഞ് കരയാനായിട്ട് ആരംഭിച്ചു. ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട് കുഞ്ഞിൻ്റെ സഹോദരി ദൂരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഓടി വന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ, അയ്യോ, ഇതൊരു എബ്രായരുടെ കുഞ്ഞാണ്, ഇത് കരയുന്നല്ലോ എന്ന് ഫറവോ രാജാവിൻ്റെ കുമാരി പറഞ്ഞപ്പോൾ
ഇവൾ പറഞ്ഞു, ഞാൻ ഇതിനെ വളർത്തുവാനായിട്ട് ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. നീ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ സ്വന്തം അമ്മയെ തന്നെ വിളിച്ചുകൊണ്ട് വരികയും അമ്മ ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരു പക്ഷേ നിന്ന് കാണും. ശരി, നീ ഇതിനെ കൊണ്ട് വളർത്ത്, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വളർത്തുവാനായിട്ട് ഫറവോ രാജാവിൻ്റെ മകൾ അതിനെ കൊടുത്തുവിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവകൽപ്പന ആര് ലംഘിച്ചാലും ദൈവകൽപ്പന ലംഘിക്കുന്ന ഇടത്ത് അത് നിറവേറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണ്. 2 വയസ്സ് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ഫറവോ ഇപ്പോൾ ഇതാ ഫറവോൻ്റെ പുത്രനായിട്ട് ഒരു എബ്രായ കുഞ്ഞിനെ വളർത്തുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ശിശു വളർന്നു. ഈ അമ്മ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മക്കളെ നമ്മൾ ഇസ്രായേലിലാണ്, നമ്മളങ്ങനെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുക, അടിമകളായിട്ട് വേല ചെയ്യിപ്പിക്കുകയാണ്, നമ്മളിപ്പോൾ ഊഴിയക്കാരുടെ നിമിത്തം കഷ്ടപ്പെടുകയാണ്, കുഞ്ഞുങ്ങളെല്ലാം എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തു. എന്നാൽ സമയമായപ്പോൾ ഫറവോൻ്റെ പുത്രി വന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ മിസ്രൈമ്യരുടെ എല്ലാ വിദ്യകളും അവൻ പഠിക്കുകയാണ്. കായികാഭ്യാസവും മാന്ത്രികാഭ്യാസവും എല്ലാം അവൻ പഠിക്കുകയാണ്. അവൻ ജ്ഞാനത്തിലെല്ലാം വളരെ നിപുണനായിരുന്നു. അങ്ങനെ എല്ലാ അഭ്യാസങ്ങളും പഠിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൻ്റെ ഉള്ളിലറിയാം തൻ്റെ ജനമാരാണെന്ന് അവനറിയാം. ഇസ്രായേലാണ് തൻ്റെ ജനം, ഇസ്രായേലല്ല തൻ്റെ ജനമെന്ന് അവന് നല്ല തിരിച്ചറിവുണ്ട്. അങ്ങനെ അവൻ തൻ്റെ ജനത്തെ കാണുവാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ കാണുവാനായിട്ട് ചെല്ലുമ്പോൾ ഒരു മിസ്രൈമ്യൻ, അതായത് ഇന്ന് ഫറവോ രാജാവിൻ്റെ ഒരു ഭടൻ, ഒരുപക്ഷെ മോശയെ കണ്ടപ്പോൾ മോശയുടെ ഒരു അംഗീകാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ ഒരു ഇസ്രായേലിനെ അടിക്കുന്നത് കണ്ടു. ഈ ഫറവോ രാജാവിൻ്റെ വളർത്തുമകനായ മോശ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി ആരും കാണുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേലിനെ അടിച്ച മിസ്രൈമിനെ ഒരൊറ്റയടിക്ക് കൊന്ന് മണലിൽ കുഴിച്ചു മൂടിയിട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം സന്തോഷിക്കേണ്ടതായിരുന്നു, ഇസ്രായേൽ ജനം ആഹ്ലാദിക്കേണ്ടതായിരുന്നു. തങ്ങളെ പീഡിപ്പിക്കുന്ന, അവരുടെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്, തങ്ങളെ പീഡിപ്പിക്കുന്ന മിസ്രൈമെ ഊഴിയക്കാരുടെ നിമിത്തം പീഡിപ്പിക്കപ്പെടുന്ന ആ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ഒരുവൻ വന്നപ്പോൾ അവർ സന്തോഷിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ സന്തോഷിക്കുകയൊന്നും ചെയ്തില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സംസാരങ്ങളുണ്ടായി, എല്ലാവരും തിരിച്ചറിഞ്ഞെന്നുള്ളതിൽ കവിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. പിറ്റേ ദിവസം മോശ വീണ്ടും വരികയാണ്. അങ്ങനെ പിറ്റേ ദിവസം മോശ വീണ്ടും വരുമ്പോൾ 2 ഇസ്രായേലിലെ സഹോദരന്മാർ തമ്മിൽ ശണ്ട കൂടുകയാണ്. അപ്പോൾ അന്യായം ചെയ്തവനോട് മോശ ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ സഹോദരനോട് കയർക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ അവൻ പറയുന്നൊരു വാക്കുണ്ട്, നിന്നെ ആരാണ് ഞങ്ങൾക്ക് ന്യായകർത്താവാക്കി വെച്ചിരിക്കുന്നത്, നിന്നെ ആരാണ് ഞങ്ങൾക്ക് ന്യായപാലകനാക്കി വെച്ചിരിക്കുന്നത്, നീ മിസ്രൈമിനെ അടിച്ചു കൊന്നത് അറിഞ്ഞില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സംഗതി പാട്ടായി എന്ന് മനസ്സിലായി. പിന്നീട് അവിടുന്ന് അവൻ ഓടിപ്പോവുകയാണ്. സ്വന്തം ജനത്തെ രക്ഷിക്കുവാനായിട്ട് അവൻ ഫറവോൻ്റെ അവന് വളർത്തുമകനായിട്ട് സുഖമായിട്ട് രാജാവായിട്ട് വാഴാമായിരുന്നിട്ട് പോലും അവൻ തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തെ പ്രതി അതിനെ സ്നേഹിച്ച് ഇറങ്ങി വന്നപ്പോൾ അവൻ അവിടുന്ന് ഓടിപ്പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണ്. കാരണം അവൻ മിസ്രൈമിൻ്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഫറവോ രാജാവ് അവനെ കൊല്ലും. അത് തിരിച്ചറിഞ്ഞ് അവൻ അവിടുന്ന് ഓടിപ്പോവുകയാണ്. പിന്നീട് അവൻ 40 വർഷത്തോളം അവൻ മരുഭൂമിയിൽ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെത്തിരുന്ന വേലയിലായി തീർന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിരാകരിക്കപ്പെടുന്ന ആത്മീക നേതൃത്വങ്ങളെ നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ സാധിക്കും, പുറമേ ഉള്ള ദൈവസഭകളിൽ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ആയിരിക്കുന്ന സഭയിൽ ഒരുപക്ഷെ നീ സത്യത്തിന് വേണ്ടി നിലകൊണ്ടത് നിമിത്തം നിന്നെ തള്ളിക്കളയുന്ന ദൈവജനം അവിടെ ഉണ്ടായിരിക്കാം. ഇന്നത്തെ ലോകപ്രകാരം ജീവിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്ന ജനം ലോകത്തോട് ചേർന്നുള്ള കാര്യങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നീ ഒരുപക്ഷെ അതിനെ എതിർത്ത് കാണും. നീ സത്യത്തെ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിച്ച് കാണും. നീ യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ഉയർത്തണമെന്നും മഹത്വപ്പെടുത്തണമെന്നും ആഗ്രഹിച്ച് കാണും. നീ വചനത്തെ അഴിച്ചു പഠിപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ച് കാണും. അതിനാൽ തന്നെ നീ ആ സഭയിൽ നിന്ന് തള്ളപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ നിരാകരിക്കപ്പെടൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പാതയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഏതെല്ലാം ദൈവദാസന്മാർ നിരാകരിക്കപ്പെട്ട് വെളിയിൽ പോയിട്ടുണ്ടോ അവരെല്ലാം ദൈവം വളരെ കൃപ കൊടുത്ത് വീണ്ടും അനുഗ്രഹത്തിലേക്കും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അനേക ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാൻ സാധിക്കും. തള്ളപ്പെടുന്നവർ, ഒറ്റപ്പെടുന്നവർ, വീട്ടിലേക്ക് വരുന്നവർ, അവർ തള്ളപ്പെടുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ്റെ കൂടെ അവൻ്റെ സഹോദരന്മാരായിരുന്ന, അതായത് കന്യാമറിയാമിൽ യോസഫിന് ജനിച്ച തൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചില്ല എന്ന് നമ്മൾ തിരുവഴുത്തിൽ കാണുന്നു. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം അവൻ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അവൻ ദൈവപുത്രനാണെന്ന് അവർക്കറിയാം. എന്നിട്ട് അവർ പോലും അവനെ വിശ്വസിച്ചില്ല. എപ്പോഴാണ് പിന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണം കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം മാത്രമാണ് അവർ വിശ്വസിച്ച് അവർ സഭാ കൂടിവരകളിലേക്ക് വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇതുപോലെ ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് നിൽക്കുന്ന ഒരു ആത്മീക നേതൃത്വത്തിൻ്റെ ഒരാളാണോ നീ? ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളാണോ നീ? എന്നാൽ ഈ വചനം നിനക്കുള്ളതാണ്. ഈ തള്ളപ്പെടൽ, ഈ ഒറ്റപ്പെടൽ, ഈ നിരാകരിക്കപ്പെടൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ദൈവം നിന്നെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം തിരഞ്ഞെടുക്കുന്ന ഒരു പാതയാണിത്. ഈ വഴി നീ മുന്നോട്ട് പോകുക, ധൈര്യത്തോടെ മുന്നോട്ട് പോകുക, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നീ സത്യത്തിന് വേണ്ടിയിട്ട് നിന്നല്ലോ, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ സംഭവിക്കേണ്ടി വന്നത് എന്നോർത്ത് നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ തള്ളപ്പെടൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാതയാണ്. ഈ ഒറ്റപ്പെടൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാതയാണ്. ഈ നിരാകരിക്കപ്പെടൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാതയാണ്. ദൈവം നിന്നെ കരങ്ങളെടുക്കാനായിട്ട് പോകുന്നു. നീ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ
ദൈവം നിന്നെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയും നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്നെ അന്വേഷിച്ച് വരുന്ന ഒരു സമയം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ദൈവം ഉരുവാക്കി തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ന് എല്ലായിടത്തും ഈ തള്ളപ്പെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദൈവകൃപയുള്ള സഹോദരന് ദൈവവചനം ധ്യാനിക്കുവാനോ ശുശ്രൂഷകൾക്കോ അവസരം കൊടുക്കാത്ത ആത്മീക നേതൃത്വങ്ങളും ഉണ്ട്. കാരണം കപടഭക്തരും അതുപോലെ ദൈവവചനത്തെ അഴിച്ചു പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുകയില്ല. അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ സത്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് അവർക്ക് ഭയമുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരെ പുൽപ്പിറ്റിലേക്ക് കയറ്റുക പോലും ചെയ്യില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും നീ പ്രയാസപ്പെടേണ്ട, നീ ഞരങ്ങണ്ട. ദൈവം തന്നെ കാണുന്നുണ്ട്. ഈ തള്ളപ്പെടൽ നമ്മുടെ ആത്മീയ നേതൃത്വത്തിലെല്ലാം പലരും ഇങ്ങനെ തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ദൈവം അവരെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അവർ വരുന്നത് അവരുടെ സ്വന്തം ബലത്തിലും സ്വന്തം ശക്തിയിലുമല്ല. പിന്നീട് അവർ വരുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ ബലത്തിലുമാണ്. മോശ പിന്നീട് വന്നത് അവൻ്റെ ബലത്തിലായിരുന്നില്ല. ഒരു മിസ്രൈമിനെ ഒറ്റയടിക്ക് കൊന്ന മോശ പിന്നെ വരുന്നത് ഒരു കഴിവില്ലാത്തവനായി, ഒരു ശക്തിയില്ലാത്തവനായി അവൻ വന്നു. എന്നാൽ ദൈവത്തിൻ്റെ വടി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ആ 12-ാം ദിവസം അവിടെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടി സംഹാരദൂതൻ വരുന്ന രാത്രിയിൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ അവർ പുറപ്പെട്ടു വരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭവം, അവൻ്റെ കൈയുടെ ബലം കൊണ്ടല്ല അവിടെ ആളുകൾ കൊല്ലപ്പെട്ടത്. അതേ, മിസ്രൈമ്യരുടെ ഫറവോ രാജാവിൻ്റെ ആദിജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്നവൻ്റെ ആദിജാതൻ വരെ അവിടെ മരണം നടക്കുകയും ആദിജാതന്മാരെല്ലാം കുഴിച്ചിടുന്ന വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ ഇരുമുലയിൽ നിന്ന് വിടുവിച്ച് മോശ എന്ന ആത്മീകൻ നേതാവായിട്ട് അവരെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്വന്തം ബലവും നമ്മുടെ സ്വന്തം ശക്തിയും ചോരുന്നത് വരെ ദൈവം നമുക്കായിട്ട് നോക്കി കാത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വചനത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ കർത്താവ് മുന്നമേ നടന്നു പോയതാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ഇന്ന് നമ്മളെ തള്ളിക്കളയുന്നവർ, ഇന്ന് നമ്മളെ കൈക്കൊള്ളാതിരിക്കുന്നവർ, അവർ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും ഒരു ഉണർവിനും അത് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമായതോട് സ്തോത്രം. ഞങ്ങളുടെ യേശു കർത്താവ്, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് മുന്നായി തള്ളിക്കളയപ്പെട്ട ഒരുവനായതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ പാത പലപ്പോഴും ദുഷ്കരമാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഞങ്ങൾ ഒറ്റപ്പെടുന്നു കർത്താവ്. യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഞങ്ങൾ തള്ളപ്പെടുന്നു കർത്താവ്. ഞങ്ങൾ നിരാകരിക്കപ്പെടുന്നു. എങ്കിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കൈവിടാതെ നടത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ഒരു നല്ല ഉത്തമ സഖിയും സുഹൃത്തുമായിട്ട് നിന്നുകൊണ്ട് അങ്ങയുടെ വെളിപ്പാടുകളെ ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ രഹസ്യങ്ങളെ ഞങ്ങളോട് പങ്കുവെച്ച് ഞങ്ങളോട് ചേർന്ന് നടക്കുന്ന വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണം. ഇന്ന് വചനം കേട്ട അങ്ങയുടെ ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. അവരെ കർത്താവ് വിശേഷ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂടെ ഇരിക്കണമേ കർത്താവെ. അവരുടെ പ്രതിസന്ധികൾ, തടസ്സങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ കർത്താവെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അവരുടെ മേൽ ചൊരിയട്ടെ കർത്താവെ. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. അല്ല, ഞങ്ങൾക്ക് അവിടെ ജീവപരിരക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.